നാം ഒന്ന് ചിന്തിച്ചേ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു തെറ്റ് ചെയ്തപ്പോ സ്വർഗമെന്ന മഹാ അനുഗ്രഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു ആദം നബി അലൈഹിസ്സലാമും കുടുംബവും. ഓരോ ദിവസവും ആയിരക്കണക്കിന് തെറ്റുകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഭവനത്തിന്റെ ഉള്ളിൽ നാം കിടന്നുറങ്ങുകയാ. സംഗീതങ്ങൾ കേട്ടുകൊണ്ട്, പാട്ട് കേട്ടുകൊണ്ട്, മാപ്പിള പാട്ട് കേട്ടുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? മൻ ജലസ ഫിൽ കൈനാത് സുബ്ബ ഫീ ഉദരി ഖൈറും മിനന്നാർ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആരാണ് സംഗീതങ്ങൾ കേൾക്കുക, സംഗീത ഉപകരണങ്ങൾ കൊണ്ടുള്ള പാട്ട് കേൾക്കുന്നവരുണ്ടോ എങ്കിൽ ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക. മൻ ജലസ ഫിൽ കൈനാത്, പാതിരാവിന്റെ സമയത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്ന മഗ്‌രിബിന്റെ സമയത്ത് ഓരോ കുടുംബത്തിന്റെ അകത്തളങ്ങളില് പാവപ്പെട്ട ഭാര്യമാർക്ക് കേട്ടു രസിക്കാ. ചെറുപ്പക്കാരാ, നീ സംവിധാനിച്ചിരിക്കുന്ന, നീ കൊട്ടുകൊടുത്തിരിക്കുന്ന ഉപകരണമുണ്ടല്ലോ, ആ ഉപകരണങ്ങളിൽ നിന്നും കടന്നു വരുന്ന സംഗീതങ്ങളുണ്ടല്ലോ, റിയാലിറ്റി ഷോകളുണ്ടല്ലോ, പാട്ടിന്റെ പേരിൽ അരങ്ങ് തുറക്കുന്ന അരാജകത്വങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സംഗീതങ്ങളുള്ള മ്യൂസിക്കുകളുള്ള പാട്ടുകൾ ആരെങ്കിലും കേട്ടാ സുബ്ബഫൂദരേ, അത് കേട്ട ശ്രവണപുടങ്ങളുണ്ടല്ലോ, അത് കേട്ട ചെവികളുണ്ടല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ ചെയ്യുന്ന ജോലി എന്തെന്നറിയുമോ? കത്തിക്കാളുന്ന നരകാഗ്നിയിൽ കിടന്ന് തിളച്ചമറിയുന്ന മാനവ സമൂഹമേ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ വിളിച്ചിട്ട് പറയോ, സുബ്ബഫൂദരേ ഖൈറും മിനന്നാർ. നരകത്തിൽ നിന്നും കൊണ്ടുവരുന്ന ഒരുക്കപ്പെട്ട ടാറുകളുണ്ടല്ലോ, ഉരുകിയൊലിക്കുന്ന തീയിനാലുള്ള ടാലോ, ആ ടാറുകളാ ശ്രവണപുടങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കൂ മലക്കുകളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നോ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ്